അടുത്ത കാലത്തായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സ്ഥിരമായി വെള്ള ടീഷർട്ട് ധരിച്ചാണ് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാറുള്ളത്. ഭാരത് ജോഡോ യാത്രക്ക് ധരിച്ചു തുടങ്ങിയ രാഹുലിന്റെ വെള്ള ടീഷർട്ട് പലതരത്തിലും ചർച്ചയായിരുന്നു. ആഡംബരമാണ് വെള്ള ടീഷർട്ട് എന്ന് എതിർചേരിയിലുള്ളവർ വിമർശിച്ചുവെങ്കിലും ഏറെക്കാലമായി അതേ വസ്ത്രധാരണ രീതി തുടരുകയാണ് രാഹുൽ. അതിനിടയിലാണ് എന്തുകൊണ്ടാണ് ഈ വസ്ത്രം എന്ന ചോദ്യം ഉയരുന്നത്. എന്തുകൊണ്ട് വെള്ള ടീഷർട്ട് മാത്രം ധരിക്കുന്നുവെന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. കർണാടകയിലെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയപ്പോഴായിരുന്നു രാഹുൽ ഈ ചോദ്യം നേരിട്ടത്. എന്നാൽ വളരെ ലളിതമായി ചിരിച്ചുകൊണ്ട് രാഹുൽ മറുപടി നൽകിയിരുന്നു. സുതാര്യവും ലളിതവുമാണ് ഈ വേഷമെന്നായിരുന്നു രാഹുലിന്റെ മറുപടി. സുതാര്യവും ലളിതവുമാണ് ഈ വേഷം. പിന്നെ വസ്ത്രങ്ങളുടെ കാര്യത്തിൽ താൻ അത്ര ശ്രദ്ധിക്കാറില്ല. സിമ്പിളായ വസ്ത്രമാണ് ഞാൻ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നതും തെരഞ്ഞെടുക്കുന്നതുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. 28 ലോക്സഭാ സീറ്റുകളുള്ള കർണാടകയിൽ 2 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 14 സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ഏപ്രിൽ 26-നും ബാക്കി 14 സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് മെയ് 7-നും നടക്കും. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. വോട്ടെണ്ണൽ ജൂൺ 4-നാണ്. 2019-ൽ 28-ൽ 25 സീറ്റുകൾ നേടി BJP സംസ്ഥാനം തൂത്തുവാരിയപ്പോൾ സംസ്ഥാനത്ത് സഖ്യകക്ഷികളായിരുന്ന കോൺഗ്രസിനും JDS-നും ഓരോ സീറ്റ് വീതമേ നേടാനായുള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ തിരക്കിനിടെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഒത്തുചേർന്നപ്പോഴുള്ള സംഭാഷണത്തിൽ ചർച്ചയായി രാഹുൽ സ്ഥിരമായി ധരിക്കുന്ന വെള്ള ടീഷർട്ട്. കോൺഗ്രസിന്റെ ഔദ്യോഗിക സാമൂഹിക മാധ്യമങ്ങളിൽ വന്ന വീഡിയോയും വൈറലാവുകയാണ്. ഹെലികോപ്റ്ററിൽ കയറുന്നതിനിടെ വെള്ള ടീഷർട്ടിനെ പറ്റിയുള്ള ചോദ്യത്തിന് രാഹുലിന്റെ മറുപടിയും രസകരമായിരുന്നു. രാഹുലിന്റെ മറുപടി വളരെ ലളിതമായ പുഞ്ചിരിയോടുകൂടിയുള്ള മറുപടിയായിരുന്നു. പ്രചാരണത്തിലെ നല്ലതും ചീത്തയും എന്ന് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് ഖാർഗെയോട് രാഹുൽ ഗാന്ധിയുടെ ചോദ്യം. വാസ്തവത്തിൽ ചീത്തയായി ഒന്നുമില്ല. ഇതെല്ലാം നമ്മുടെ രാജ്യത്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്നത് നല്ല കാര്യമാണ്. രാജ്യത്തെ ഇല്ലാതാക്കുന്ന ഒരാളെ തടയാൻ വേണ്ടിയാണ് ഇതെല്ലാം എന്നത് തീർച്ചയായും നല്ല കാര്യമായി കാണുന്നുവെന്ന് ഖാർഗെയുടെ മറുപടിയും. അധികാരമോ പ്രത്യയശാസ്ത്രമോ സിദ്ധരാമയ്യയോടായിരുന്നു രാഹുലിന്റെ അടുത്ത ചോദ്യം. പ്രത്യയശാസ്ത്രം. സിദ്ധരാമയ്യയുടെ മറുപടി ഉടൻ വന്നു. പിന്നാലെ വിശദീകരണവും. പ്രത്യയശാസ്ത്രം തന്നെയാണ് എപ്പോഴും പ്രധാനം. ജനങ്ങൾക്ക് മുന്നിൽ നാം അവതരിപ്പിക്കുന്നത് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവും പദ്ധതികളുമാണ്. അധികാരത്തിലെത്തുമ്പോൾ ജനങ്ങളോട് നമ്മുടെ നേട്ടങ്ങളെക്കുറിച്ച് പറയാനാകണം. അങ്ങനെയെങ്കിൽ തീർച്ചയായും ജനം നമ്മെ അംഗീകരിക്കുകയും നമ്മുടെ നിലപാടിനെ അഭിനന്ദിക്കുകയും ചെയ്യും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.